ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചെടിത്തോട്ടം റെഡിയാക്കണം, ചെടിത്തോട്ടം അല്ല കേട്ടോ, അടുക്കളത്തോട്ടം റെഡിയാക്കണതും അങ്ങനത്തെ വിശേഷങ്ങളും, പിന്നെ ഒരു നല്ലൊരു കണ്ണിമാങ്ങ അച്ചാറും നമ്മൾ ഉപ്പിലിട്ട് വെച്ചായിരുന്നില്ലേ, ആ ഉപ്പിലിട്ട കണ്ണിമാങ്ങ കൊണ്ടുള്ള ഒരു അച്ചാറുമായിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചേട്ടൻ എന്താ ബീഫ് വാങ്ങിച്ച് നുറുക്കി കഴുകി തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ അലക്കാനായിട്ട് നിന്നു. കുറേ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ അവിടെ പുല്ല് പറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മര്യാദയ്ക്ക് പറയട്ടെ, പുല്ല് അധികം പറക്കണ്ട, കുറച്ചൊക്കെ മതി. ചേട്ടന് പെട്ടെന്ന് ഈ എളി വേദന വരും. പണ്ട് ഇങ്ങനെ കാറ് ഒക്കെ പണിതപ്പോൾ ഗിയർ ബോക്സൊക്കെ ഇറക്കി പണിത് അങ്ങനെ പറ്റിയിട്ടുള്ളത്. ഇപ്പോഴും എന്തെങ്കിലും ഇത്തിരി ഭാരം അധികമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് അങ്ങനെ പെട്ടെന്ന് എളി വേദന വരും. അപ്പോൾ അത് കാരണം ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് കുറേശ്ശെ ചെരുവൊക്കെ നടക്കുമ്പോൾ ആയി തുടങ്ങി. പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നോട് വന്ന് പറയും, ഞാൻ മാങ്ങ പൊട്ടിക്കാം, അത് കാണിക്കാം നമുക്കൊന്ന്. അപ്പം ഞാൻ പറഞ്ഞാൽ ആ മാങ്ങയൊന്നും പൊട്ടിക്കേണ്ടത് കാണിക്കാൻ നിൽക്കണ്ട. ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഷൂട്ട് ചെയ്യാണ്ട് നമ്മൾ മാങ്ങ പൊട്ടിക്കുമ്പോൾ വലിയ വിരോധമില്ല. നമുക്കിപ്പോൾ നാളേക്ക് കറിക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പൊട്ടിക്കാൻ പറ്റും. പക്ഷേ ഷൂട്ട് ചെയ്യുമ്പോഴാകുമ്പോൾ ആ ഒരു രീതിക്കൊക്കെ ചെയ്യുമ്പോൾ ഇനി വയ്യാത്ത ആൾ, അപ്പം എനിക്ക് വയ്യാണ്ടാവണ്ട, ഞാൻ പുല്ല് പറിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. എന്നാലും പിന്നെ ഞാൻ കുറച്ച് നേരം ഹെൽപ്പ് ചെയ്തു. ഒരാൾ തന്നെ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ആ പണി അങ്ങോട്ട് തീരാത്ത പോലെ തോന്നും. കുറച്ച് അവിടെ നടക്കാനുള്ള ഭാവമൊക്കെ ഒന്ന് പുല്ല് പറിച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന നേരത്ത് അങ്ങനെ കുപ്പിപ്പാട്ട പറക്കാനൊക്കെ വരില്ലേ, അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് നമ്മുടെ ആ വീടൊക്കെ ഒന്ന് വൃത്തിയാവുമല്ലോ. അപ്പോൾ ചില സാധനങ്ങളൊന്നും അവർ എടുത്തില്ല കേട്ടോ. വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ എടുക്കുന്നതാണ് ചേട്ടൻ പറഞ്ഞത്. ഞാനിപ്പോൾ കാശിനൊന്നും പറയലോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവരിതാ ഒരു 20 രൂപ തന്നു. അപ്പോൾ കിട്ടിയതായല്ലോ. നമ്മുടെ വീട്ടിൽ വേസ്റ്റ് പോവുകയും ചെയ്തു. അങ്ങനെ പിന്നെ ചേട്ടൻ ഒരു ഷീറ്റൊക്കെ കൊണ്ടു കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സന്തോഷമായി കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് കുപ്പികളും അതും ഇതുകൊണ്ടൊന്നും 20 രൂപയ്ക്കുള്ളത് അവർക്ക് അത്ര വരുമാനം കിട്ടില്ല എന്നാണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം. എനിക്കതിനെപ്പറ്റി വലിയൊരു പിടിപാടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ രാവിലെ കട്ടൻ ചായ കുടിച്ചായിരുന്നു. അപ്പോൾ ചേട്ടൻ ബീഫ് വാങ്ങിക്കാൻ പോയപ്പോൾ പാൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ചായയൊക്കെ വെച്ച് ഒന്ന് കുടിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ നമ്മൾ പത്തിരിയും ബീഫ് കറി ഉണ്ടാക്കണ പണിയായിരുന്നു. അതിനിടയ്ക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് റെസിപ്പി ഷൂട്ടിങ് ചെയ്ത് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ അതാ 2 മണിക്ക് ആയി കേട്ടോ, ഈ ഒരു ടൈം ആയപ്പോഴേക്കും. അപ്പോൾ എല്ലാവർക്കും വിശന്നു. അപ്പോൾ അവരൊക്കെ 2 പത്തിരി അത്യാവശ്യം വിശപ്പിനെടുത്ത് കഴിച്ചു. പക്ഷെ എനിക്ക് ഒരു വായിൽ വെച്ച് തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ് ഇങ്ങനെ തോന്നി. ഞാൻ വെച്ചാൽ കാലത്ത് കാര്യമായിട്ടുള്ള ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ശ്രീകുട്ടൻ 2 പത്തിരി എടുത്ത് റെഡിയാക്കി എനിക്ക് വായിലൊക്കെ വെച്ച് തന്നു കേട്ടോ. അപ്പോൾ അതൊരു സന്തോഷമല്ലേ, നമ്മുടെ മക്കൾ നമുക്കങ്ങനെ തരുമ്പോഴൊക്കെ വേണ്ടാന്നൊന്നും പറയണ്ടെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ അവർ തന്നില്ല എന്ന് വരും. അപ്പോൾ ഇപ്പോൾ അവർ തരാമെന്ന് പറയുമ്പോൾ എന്തും കേട്ടോ അങ്ങനെയാണ്. നമുക്ക് എന്തും ഇപ്പോൾ കിട്ടാമെന്ന് വയ്ക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല, എന്ത് കാര്യമായാലും. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എല്ലാം അത് ഉണ്ടാക്കൽ കഴിഞ്ഞ് അവർ പറഞ്ഞ് ഇത് എടുത്ത് വെച്ചിട്ട് വൈകുന്നേരം ബാക്കി അമ്മ ഉണ്ടാക്കിയാൽ മതി, ഇപ്പം തന്നെ എല്ലാം ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഒറ്റ ട്രിപ്പിനൊക്കെ കഴിഞ്ഞ് ആ പണി കഴിഞ്ഞില്ല വെച്ചിട്ട് ഞാൻ എല്ലാം ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ കുറേ നേരം എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫോണിലൊന്നും സ്ഥലമില്ലാണ്ടായി. ചേട്ടൻ അവിടെ കിടന്നുറങ്ങി, പിള്ളേരും അവരുടേതായ ഭാഗത്തേക്ക് പോയി. ഞാൻ കുറച്ച് നേരമൊക്കെ എഡിറ്റ് ചെയ്തു. 3-4 ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഫോണിലൊക്കെ സ്ഥലമായി. പിന്നെ ഞാൻ വന്ന് കുറച്ചൊക്കെ പറിച്ച് നടേണ്ടത് അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിപ്പോൾ സൺഡേയിലല്ലേ പറ്റുള്ളൂ അതൊക്കെ ചെയ്യാനായിട്ട്. അത് കാരണം കൊണ്ട് അല്ലാത്ത ദിവസം തീരെ ടൈമില്ല കേട്ടോ. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും അങ്ങനെ ഇതൊന്നും ചെയ്യാനുള്ളൊരു ടൈമൊന്നുമില്ല. എന്തെങ്കിലും ഒന്ന് നനയ്ക്കണത് തന്നെ നമ്മൾ ആ രാത്രിയോ അല്ലെങ്കിൽ രാവിലെ നേരം വെളുക്കണായിട്ട് മുന്നൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാ ഗ്ലൗസ് നമ്മുടെ ആദ്യത്തെ ഇടയ്ക്ക് ഇട്ടിട്ട് ലൂസായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞതാണ് ഞാൻ. അങ്ങനെ എല്ലാം റെഡിയാക്കി നമ്മുടെ ആയുധങ്ങളൊക്കെ എടുത്തതാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ചേട്ടന് ഈ എളി വേദന എടുക്കണ കാരണം ചേട്ടനോട് വരണ്ടാന്ന് പറയും. വരണ്ടാന്ന് പറഞ്ഞാലും അത് പിന്നാലെ വരും കേട്ടോ. അങ്ങനെ ഞങ്ങളത് ഈ കഴിഞ്ഞ ആഴ്ച ചേട്ടൻ 2 പച്ചമുളക് നട്ടത് അതിൽ മുഴുവൻ മണ്ണ് നിറച്ചിട്ട് നമുക്ക് തൊടാൻ പറ്റില്ല, അനക്കാൻ പറ്റില്ല, അത്ര കനാണ്. അപ്പം ഞാൻ ആ പച്ചമുളകും കട പറിച്ച് മാറ്റി വെച്ചിട്ട് അത് മുഴുവൻ താഴത്തേക്ക് കൂട്ടിയിട്ട്, അപ്പോൾ അതിൽ കുറേ വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റൊക്കെ. അതൊക്കെ റെഡി ആയിട്ടാ. മണ്ണൊക്കെ നല്ല കറുത്ത കളറായിരിക്കുന്നുണ്ട്, നല്ല വളമൊക്കെ അതിൽ ഡൈലൂട്ടായി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ 2-3 ബക്കറ്റ് ഇതൊക്കെ പച്ചമുളകൊന്നും ഉണ്ടാവാണ്ടായി തുടങ്ങി. അപ്പോൾ ഇതൊക്കെയും തട്ടി ഇതിലൊക്കെ ഇനി ചപ്പ് ചവറും വെണ്ണീറും പിന്നെ നമ്മുടെ അടുക്കള വേസ്റ്റും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ എടുത്ത് താഴത്തേക്ക് തട്ടി. ഇതേപോലെ പാറക്കല്ല് പോലെ ഇരിക്കുകയാണ് എല്ലാതും. ചേട്ടനോട് ചെയ്യേണ്ടതെന്ന് പറയാലും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വയ്യാണ്ടാവണ്ടെന്ന് വെച്ചിട്ടാണ്. ചേട്ടൻ നോക്കുമ്പോൾ ഞാൻ ചെയ്തതിന് എനിക്ക് വയ്യാണ്ടാവും അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറഞ്ഞ് രണ്ടാളും കൂടിയൊക്കെ തന്നെ അങ്ങോട്ട് ചെയ്തു. ചെയ്യാണ്ട് പറ്റില്ല, നശിപ്പിച്ച് കളയാൻ പറ്റില്ലല്ലോ നമ്മുടെ സംഭവങ്ങളൊന്നും. അപ്പം അങ്ങനെ ഈ കട്ടകളൊക്കെ ഉടയ്ക്കാൻ നമുക്ക് ഈ ടൂൾസൊക്കെ കിട്ടിയാലും നല്ല ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ ഭയങ്കര കത്തി കൊണ്ടൊക്കെയാണ് കുത്തി ഞാൻ ചെയ്യാറ്. പിന്നെ ചേട്ടൻ്റെ ആ മാവിൻ്റെ കടയ്ക്ക്
നിറച്ച് ചവറുകളൊക്കെ അവിടെ പിള്ളേർ അടിച്ചു കൂട്ടിയത് ഇങ്ങടായിട്ട് ഏകദേശം അടിച്ചു കൂട്ടിയായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പോയി വാരി കൊണ്ടുവന്നു. അപ്പോൾ ഇഷ്ടം പോലെ ചവറുകളൊക്കെ കിട്ടിയിട്ടാ, ചപ്പ് ചോറൊക്കെ ഇഷ്ടം പോലെ കിട്ടി. ആദ്യം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് പൊടിച്ച് കൂട്ടി വെണ്ണീറൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊരു സുഖമുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നണില്ല. പിന്നെ നമ്മൾ കുറേ ദിവസമൊക്കെ ഇട്ട് വെച്ചിട്ട് മണ്ണൊക്കെ റെഡി ആക്കിയിട്ടൊക്കെ ചെയ്യണേ നല്ലതാണ്. നമുക്കിപ്പോൾ അതിന് അത്ര ടൈമില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ 2 സ്ഥലത്ത് ഇപ്പോൾ മണ്ണ് ഇതേപോലെ കൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു, പക്ഷെ അടുത്ത സ്ഥലത്ത് ഇങ്ങനെ ചെയ്തില്ല കേട്ടോ. എനിക്ക് തോന്നി അത്ര എന്താ പറയുക, അത്ര സുഖമായിട്ട് തോന്നണില്ല. അങ്ങനെ മിക്സ് ആവാത്ത പോലെയോ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നി. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ടൂൾസൊക്കെ വെച്ച് ചെയ്ത് നോക്കിയെങ്കിലും മണ്ണ് ശരിക്കും മിക്സ് ആയില്ല. പിന്നെ കൈക്കോട്ട് വെച്ചിട്ട് ചേട്ടൻ മിക്സാക്കി തന്നു. അപ്പോൾ അതവിടെ ഇട്ടും. അത് കഴിഞ്ഞത് ആ ഉമ്മർത്ത് നമ്മൾ ചെരിഞ്ഞില്ല അവിടെ. അപ്പം ഞാൻ പറഞ്ഞ അതിൽ വെണ്ണീർ മാത്രം മിക്സ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം ഒരു പകുതിയോളം കരിയിലകൾ ഇട്ടു. പിന്നെ ഞാൻ ആ ഫുഡ് വേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് വെച്ചു. കുറച്ച് അധികം ഫുഡ് വേസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മണ്ണിട്ടു. അപ്പോൾ മണ്ണിങ്ങനെ ഓവറായിട്ട് ഇടാനായിട്ട് ഞാൻ നിന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഈ ചെടി വളരുന്നതിനനുസരിച്ച് തിരിച്ച് മണ്ണ് ഇട്ട് കൊടുക്കേണ്ടതാവും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നല്ല. ഞാനിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ കുറച്ചും കൂടി ഒക്കെ നല്ലതാണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ കുറേ കയ്യിലുള്ള ഗ്രോ ബാഗൊക്കെ നിറച്ചു. പിന്നെ ഇനി ചെറിയ ബാഗുകളാണ്. കുറേ ഗ്രോ ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടനൊരു ഫ്രണ്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഏറെക്കുറെയൊക്കെ ആയിട്ടുണ്ട്. അന്ന് ശ്രദ്ധിക്കാണ്ട് കുറേ കവറുകളുടെ ആവശ്യത്തിനൊക്കെ ഈ ഗ്രോ ബാഗൊക്കെ എടുത്ത് ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെ ഒരു ആവശ്യം അന്ന് ഇത്ര ഇങ്ങനെ ആവശ്യങ്ങൾ തോന്നിയിരുന്നില്ല. പിന്നെ അതാ പച്ചമുളക് നന്നായിട്ട് ഇതാ കണ്ടില്ലേ മുളച്ച് നിൽക്കുന്നുണ്ട്. എല്ലാതൊന്നും പറിച്ച് നട്ടില്ല കേട്ടോ, എല്ലാതും പറിച്ച് നടാറായിട്ടില്ല. ഇത് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. എന്നാലും പിന്നെ കട്ട കുത്തി ഇങ്ങനെ നിൽക്കല്ലേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പറിച്ച് നട്ടാലാണ് ബാക്കിയുള്ളതിനൊന്ന് വളരാനായിട്ടൊരു സ്ഥലം ഉണ്ടാവുള്ളൂ. തക്കാളി അതിൽ അങ്ങനെ തന്നെ. പിന്നെ വെണ്ട കുറച്ച് മുളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോന്നച്ചീരി ഒന്നും മുളച്ചില്ല. അപ്പോൾ അത് 2-3 മുളച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് പക്ഷേ തീരെ കുഞ്ഞ് തൈകളാണ്. അപ്പോൾ അതൊന്നും പറിച്ച് നട്ടാൽ ഒരു ഗുണവും കിട്ടില്ല. അപ്പോൾ പറ്റണത് കുറച്ചൊക്കെ നട്ടു. ഇതിൽ നട്ടത് തന്നെ മുഴുവൻ അങ്ങോട്ട് എന്താ പറയുക പോരായിരുന്നു. കുറേ ആകുമ്പോൾ കൂട്ടുകാർക്ക് ബോറടിക്കുന്നുണ്ടാവും അല്ലേ. കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ലാസ്റ്റ് ഞാൻ അച്ചാറിൻ്റെ വീഡിയോയും കൂടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കാണുക. ബാക്കിയുള്ള ഭാഗം ഇഷ്ടമുള്ള ഭാഗം കാണുക. അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താ പറയുക. അപ്പോൾ അങ്ങനെ ദാ മുളക് ഞാൻ പറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഓരോരോ ഈ 2 തൈകളൊക്കെ നട്ടു. പിന്നെ തീരെ ചെറിയ തൈകളൊക്കെ 3-4 തൈയൊക്കെ ആയിട്ട് നട്ടു. എല്ലാതും പിടിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അത് കാരണം അങ്ങനെ ഇതെല്ലാതും ഈ മഴ കൊള്ളാത്തോടത്ത് കൊണ്ടുവച്ച്. ചെറിയ തൈകളാകുമ്പോൾ മഴ കൊള്ളണോടത്ത് വെച്ച കാര്യം. ഇപ്പോൾ മഴയൊക്കെ ഇടയ്ക്ക് പെയ്യുന്നുണ്ടല്ലോ, വേനലും വർഷമൊന്നുമില്ല, ഇടയ്ക്ക് ഓരോ മഴകളൊക്കെ വരുന്നുണ്ട്. അത് ഇങ്ങനത്തെ കുഞ്ഞു ചെടികൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യം ഈ ഭാഗത്ത് വെച്ചപ്പോൾ മോട്ടർ അടിച്ച് വെള്ളം നിറഞ്ഞപ്പോൾ ആകെ ഇതിലേക്കൊക്കെ പോയി തക്കാളിയൊക്കെ ഇങ്ങനെ ചിലതൊക്കെ ഒന്ന് ഒടിഞ്ഞു. അപ്പോൾ പിന്നെ സ്ഥലമൊക്കെ വീണ്ടും മാറ്റി വെച്ചു. മോട്ടർ അടിച്ച് വെള്ളം വീണ സ്ഥലമല്ലേ. അങ്ങനെ ഒക്കെ സെറ്റ് ചെയ്തും ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. പിന്നെ ചില ഇതിനാകുമ്പോൾ ഞാൻ പറയില്ലേ മോട്ടർ അടിച്ച് വെള്ളം വീണപ്പോൾ ഒന്നൊക്കെ താഴ്ത്തേക്ക് വീണു. അപ്പോൾ അതിനൊക്കെ കുറച്ചും കൂടിയൊക്കെ മണ്ണൊക്കെ ഇട്ട് ഒന്നും കൂടിയൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ എല്ലാത്തിനും ഒന്ന് വെള്ളം തളിച്ചു കൊടുത്തു കേട്ടോ. എന്ന് വെച്ചാൽ വെള്ളം അങ്ങോട്ട് ഒഴിച്ചാൽ അതൊക്കെ പെട്ടെന്ന് തന്നെയാണ് കടപറഞ്ഞ് പോവില്ല. പുതിയത് നടുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനൊന്ന് തളിച്ചു കൊടുത്ത എല്ലാത്തിനും. പിന്നെ ചേട്ടനാണ് ഇതൊക്കെ ചെയ്യാറ് പതിവ്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ എളി വേദന എടുക്കേണ്ട ആ കാലത്ത് വലിയ പോസ് കാണിച്ച് പുല്ലൊക്കെ പറിച്ചതായിരുന്നു. പിന്നെ പുല്ലൊക്കെ പറിച്ച് അവിടെ കിടക്കരുത്. എന്തോരം പുല്ലാന്ന് പറഞ്ഞാലാവില്ല കേട്ടോ ഈ പറിച്ചിട്ടത് തന്നെ. കാണുമ്പോൾ നമ്മളൊരു തരി സൈഡ് ചെത്തിയതാണ് കാണിക്കുള്ളൂ. പക്ഷെ എന്താ പറയുക, അടയ്ക്കാരം വാഴയുടെ കടയ്ക്കൊക്കെ കൊണ്ട് നിറഞ്ഞു. പിന്നെ ഞാൻ ഈ മൂലയ്ക്കൊന്ന് കുറച്ച് സ്ഥലം കൂടി ഒന്ന് പുല്ല് പറിച്ച് വെടുപ്പാക്കി പിന്നെ ഒന്ന് അടിച്ചു വാരി മുറ്റക്കടിച്ച് ആയതിനോട് വേഗം വിളക്ക് വയ്ക്കാൻ പറഞ്ഞു. അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടാണ്. ഞാൻ വീഡിയോയിൽ ഇത്തിരി വെളിച്ചം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചെടികളൊക്കെ വലുതായത് തുമ്പൊക്കെ വെട്ടി കൊടുക്കുന്നുണ്ട് ചേട്ടാ ഒന്നും ഭംഗിയിൽ നിൽക്കാനായിട്ട്. പിന്നെ നമ്മുടെ ടൂൾസുകളൊക്കെ ഒന്ന് കഴുകി അതൊക്കെ ഒന്ന് വെള്ളം വാലാനായിട്ട് വെച്ചു. ഗ്ലൗസൊക്കെ കഴുകിയപ്പോൾ നന്നായിട്ട് വെളുത്തു കിട്ടാം. അപ്പോൾ അത് അവിടെ ഇന്ന് വെള്ളം വാലട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ തുണികളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മുകളിലെ തുണികളൊക്കെ ശ്രീകുട്ടനോട് എടുത്തിടാൻ പറഞ്ഞു. വിളിച്ചപ്പോൾ അവ ഉറങ്ങായിരുന്നു. എന്നാലും പിന്നെ അവൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ താഴത്തെ ഈ വൈറ്റും അതേപോലെ പെട്ടെന്ന് അഴുക്കാവുന്നതൊന്നും ഞാൻ മുകളിലേക്ക് കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഇവിടെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ തന്നെ വേഗം എടുത്തു വെച്ചു. കൈമ്മ അഴുക്കുണ്ട്, നല്ല കൈ കഴുകിയിട്ട് ആ ഒരു തുമ്പ് ഭാഗം കൊണ്ട് തന്നെ പിടിച്ച് ഞാൻ കൊണ്ടുവിട്ടു കേട്ടോ. പിന്നെ ഞാൻ പിറ്റേ ദിവസമാണ് നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ ഇട്ടത്. കണ്ണിമാങ്ങ അച്ചാറായതുകൊണ്ട് തന്നെ നമ്മൾ കുറേശ്ശെ പൊട്ടലൊക്കെ ഉണ്ടാവുമല്ലോ, അത് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഉപ്പ് കയറി അങ്ങോട്ട് അലിഞ്ഞ പോലെയായി തുടങ്ങി. കേടായിട്ടൊന്നുമില്ല. ഞാൻ നോക്കിയപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു കേടായി എടുത്ത് കളയേണ്ടി വരുന്നതാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒന്നും കേടായിട്ടില്ല, നന്നായിട്ട് ഉപ്പ് പിടിച്ച് അലിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു വേഗം ഇനി അച്ചാറാക്കണം അല്ലെങ്കിൽ റെഡി ആവില്ല എന്ന് വിചാരിച്ചു.
അങ്ങനെ കണ്ണിമാങ്ങ ആയതുകൊണ്ട് ഞാനിതിലേക്ക് നമ്മുടെ കടുമാങ്ങ നമുക്ക് കിട്ടും വേറെ അച്ചാറിടാനായിട്ട് ഇതേപോലത്തെ. പക്ഷേ ഇത് കണ്ണിമാങ്ങ നമ്മൾ താഴ്ത്ത് വീണതല്ല, അത്ര നല്ലതൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കി. അപ്പോൾ അത് ആദ്യം എണ്ണ ഒഴിച്ച് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മാത്രമാണ് ഇട്ടുള്ളൂ. അപ്പോൾ നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് നല്ല മുളക് പൊടി കുറച്ചുകൂടി ചേർക്കാം. പിന്നെ വിനാഗിരിയും ഈ നേരത്ത് ഒന്ന് മുളക് മൂത്ത് കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ പുളി കുറവുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ, കണ്ണിമാങ്ങയല്ലേ അത്ര പുളി ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് പുളി കുഴപ്പമൊന്നും തോന്നിയില്ല. എന്നുവെച്ചാൽ ചില മാങ്ങകളൊക്കെ ഇത്തിരി വലുതായിരുന്നു, അപ്പോൾ തിരിച്ച് പുളി ഉണ്ടായിരുന്നു. വിനാഗിരി ഒന്നും ഞാൻ ഒഴിച്ചില്ല. പിന്നെ എണ്ണയുണ്ടല്ലോ, ഇനിയിപ്പോൾ കേടാവേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ 2-3 ദിവസത്തിനുള്ളിൽ ഈ അച്ചാറൊക്കെ തീരും. അങ്ങനെ മുളക് മൂത്തപ്പോൾ ഞാൻ ഈ മാങ്ങ ഇട്ട് കൊടുത്തു. അതിലത്തെ വെള്ളം അരിച്ച് ഒഴിക്കുന്നതാണ് നല്ലത്. ഈ വെള്ളം മാത്രമാണ് കേട്ടോ ഒഴിക്കാൻ പാടുള്ള, വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കാണ്ടിരിക്കാവും നല്ലത്. അങ്ങനെ അത് ഞാൻ ഇങ്ങനെ ഒഴിച്ചിട്ട് പിന്നെ ഞാനൊരു അരിപ്പ് വെച്ചു. ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു തുണിയിൽ ഇങ്ങനെ അരിച്ച് ഒഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. ഞാൻ ചായ അരിപ്പെടുത്തിട്ട് അങ്ങനെ അരിക്കുകയാണ് ചെയ്തത് കേട്ടോ, അരിച്ചൊഴിക്കുക ചെയ്ത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ച്, വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് വറുത്ത് പൊടിച്ച ഉലുവയാണ്, അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ കടുക് ഞാൻ പച്ചക്കടുക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ, വേണമെങ്കിൽ നമുക്ക് ചേറിയിട്ട് അതിൻ്റെ ആ കറുപ്പ് കളറൊക്കെ കളയണമെങ്കിൽ കളയാം. പിന്നെ നമുക്ക് ക്രഷ് ചെയ്ത് ഇങ്ങനത്തെ കടുക് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. ഞാനപ്പോൾ അതും ഇട്ടുണ്ട്. പിന്നെ കായത്തിൻ്റെ പൗഡർ, കട്ടക്കായം വെളിച്ചെണ്ണയിൽ പൊരിച്ചിട്ട് പൊടിച്ചിടുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പോൾ രാവിലെ ആയതുകൊണ്ട് സമയമില്ലാത്ത സമയമായിരുന്നു, അതുകൊണ്ട് ഞാനങ്ങനെ പൊടിക്കാനായിട്ടൊന്നുമില്ല, പൊടി മാത്രം ഇട്ടും. പിന്നെ ബാക്കിയുള്ള ഉപ്പ് വെള്ളം കൂടി അരിച്ചൊഴിച്ചു, മിക്സ് ചെയ്തു. സംഭവം ഇത്രയ്ക്കുള്ള സൂപ്പർ ടേസ്റ്റാണെന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റ്. 2-3 ദിവസം ഇരുന്നാൽ പിന്നെ പറയാനില്ല. ഇവിടെ എത്ര ദിവസം ഇരിക്കുന്നത് എനിക്കറിയില്ല. ആദ്യത്തിന് പോളായ എന്നെ വായിലും ഇങ്ങനെ പോളം വന്നിട്ടുള്ള കാരണം വലിയ നോട്ടമില്ല. പക്ഷേ ചേട്ടനൊന്നും മോശമില്ല, ഞാനും മോശക്കാരിയൊന്നുമല്ല കേട്ടോ. ഞാൻ നന്നായിട്ട് അച്ചാർ കഴിക്കും. കടയിൽ നിന്ന് വാങ്ങിച്ചത് എനിക്കിഷ്ടമില്ല, പക്ഷേ വീട്ടിലുണ്ടാക്കിയത് നന്നായിട്ട് കഴിക്കും. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനൊന്നും മറന്നു പോയില്ലല്ലോ.